ചൂരൽമലയിൽ നിന്ന് വിജിൻ വായന്തോട് ഏറ്റവും പുതിയ വാർത്തകളുമായി ചേരുന്നു. കൂടുതൽ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി കൂടുതൽ സൈനിക വാഹനങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വിജിൻ, എന്താണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ്? കൂടുതൽ വാഹനങ്ങൾ എത്തിച്ചേർന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത് അവിടെ നിന്ന്? സിജു, എനിക്കിപ്പോൾ അടുത്ത് തന്നെയായി കാണുന്നത് ഈ കൂറ്റൻ JCB കണക്കുള്ള വലിയൊരു ഉപകരണം ഇങ്ങോട്ട് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. എന്താണ് ഈ വാഹനം? ഹിറ്റാച്ചി. വലിയൊരു ഹിറ്റാച്ചിയാണ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ അടുത്ത് ലോക്കൽ അടിച്ചാണ്. वागड़ इंफ्रा प्रोजेक्ट से आई है NX66 एजूर टू बेंगालम प्रोजेक्ट से। ഇത്തരത്തിൽ കൂടുതൽ ഉപകരണങ്ങൾ ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലും ഒപ്പം തന്നെ ഈ പാറക്കെട്ടുകളൊക്കെ മാറ്റാനുള്ള നടപടികളിലേക്കുമാണ് കടക്കുന്നത്. ഇവിടെയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെ ഏകോപിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും ഒക്കെ എത്തുകയും ചെയ്യുന്ന സ്ഥലം. മിലിറ്ററിയുടെ വാഹനങ്ങൾ ഒക്കെ നമുക്ക് ചുറ്റുമായി കാണാം. ഒപ്പം തന്നെ അവർക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ട് എനിക്ക് പിറകിൽ ഒരു പള്ളിയാണുള്ളത്. ഒരു അമ്പലം പൂർണ്ണമായും നശിച്ചുപോയി. പക്ഷേ ഈ പള്ളിയിലാണ് ഇവർക്ക് അത്യാവശ്യം വെള്ളവും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കി നൽകുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആളുകൾ കാലും ഒക്കെ ചളിയൊക്കെ ആയ കാലുകൾ കഴുകാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ പള്ളിയിലാണ്. അങ്ങനെ ഇത്തരത്തിൽ ഒരു മഹാദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ കേരളം എങ്ങനെ ഒറ്റക്കെട്ടായി നേരിടുന്നു എന്നതിൻ്റെ കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അമ്പലങ്ങൾ, അതുപോലെ തന്നെ പള്ളികൾ എല്ലാം കേന്ദ്രീകരിച്ച് ഈ സാധാരണക്കാരന് ഒപ്പം നിന്നുകൊണ്ടുള്ള, അവനെ ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിന് പൂർണ്ണമായും മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും അതിർവരമ്പുകളിൽ പൂർണ്ണമായും എല്ലാവർക്കുമായി തുറന്നു നൽകി അത്തരത്തിൽ ഉള്ള ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായി മാറുകയാണ് ഈ പരിസരം എന്ന് പറയുന്നത്. ചൂരൽമലയുടെ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ അവശേഷിക്കുന്ന കടകളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും മറ്റ് ബിൽഡിങ്ങുകളും എല്ലാം ഈ രക്ഷാപ്രവർത്തകർക്കും ഒപ്പം തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും പോലീസിനും ഒക്കെയായി തുറന്നു കൊടുത്ത് അവർക്ക് അത്യാവശ്യം വന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു കൊടുക്കുന്ന നിലയിലേക്ക് ഒരു കേരളത്തിൻ്റെ മനുഷ്യത്വം ഏത് നിലയിലാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു രക്ഷാദൗത്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചൂരൽമല പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവശേഷിക്കുന്ന ബിൽഡിങ്ങുകളിൽ, വീടുകളിൽ ഉള്ള ആളുകളെല്ലാം അവർക്കുള്ള സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഒപ്പം നിന്ന് ഈ നാടിനെ രക്ഷിക്കണം, അവസാനത്തെ ഏതെങ്കിലും ജീവൻ്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് കൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഈ ഹിറ്റാച്ചി ഇപ്പോൾ താഴത്തേക്ക് ഇറക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള നിരവധി ഹിറ്റാച്ചികളാണ് ഈ ചൂരൽമലയിലെ പുഴയിൽ ഇറങ്ങി ഈ പാറക്കെട്ടുകളും മണ്ണുമൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുഃഖകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ എല്ലാ ഭാഗത്തും കാണാൻ കഴിയുക. മനസ്സോടെ അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. ഉരുൾപൊട്ടലുകൾക്ക് മുന്നിൽ തകർന്നു വീഴുന്നതാണ് മതത്തിൻ്റെ മതിൽക്കെട്ടുകൾ. അതിനു മുകളിലാണ് മതേതരത്വത്തിൻ്റെ വാങ്കുവിളികൾ ഉയരുന്ന ഇത്തരം മസ്ജിദുകൾ. അവിടെ മനുഷ്യനൊന്നാണ്, ഒരുമയാണ് വേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അല്പം മുമ്പ് വിജിൻ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തത്. ഏതായാലും കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആദ്യം ദുരന്തമുണ്ടായ അന്നേ ദിവസം തന്നെ നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ, എക്സ്കവേറ്റിംഗ് വെഹിക്കിളുകൾ അവിടെ എത്തിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കൂടുതൽ യന്ത്രങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ബെയിലി പാലം നിർമ്മാണമായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ നിർണായകമായ ഒരു ഘട്ടമെന്ന് പറയുന്നത്. ബെയിലി പാലത്തിന് ശേഷം നിരവധി പേരെ രണ്ട് കരകളിൽ നിന്നും ആംബുലൻസുകളിലാക്കി ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിരവധി ഉപകരണങ്ങൾ, വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തു. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ വിജിൻ വായന്തോട് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിജിൻ, ഇനി രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ ഈ 6 സോണുകളിലെയും വിജിൻ നിൽക്കുന്നത് സോണിൽ നിന്ന് ആ സോണിലുള്ളവർ ഒക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനം അവരുടെ അന്തിമ ഘട്ടത്തിലേക്ക് അടുത്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ടോ? എന്താണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി അവിടെ? സിജു, തിരച്ചിൽ അവസാനം വരെയും നടത്താൻ തന്നെയാണ് ഇവരുടെയൊക്കെ തീരുമാനം. അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒഴുകിപ്പോയ ഭാഗങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ച് കൊണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ പല സംഘങ്ങളായി ചേർന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ പുഴയുടെ കൈവരികളിലും ഒക്കെ വലിയ തരത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണും പാറയും ഒക്കെ നീക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ആണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈയിൽ
സമാനമായ നിലയിൽ തന്നെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുള്ള ആളുകളെ മുഴുവൻ രക്ഷിച്ച് താഴെ എത്തിക്കാനുള്ള ശ്രമവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വൈകിട്ട് 5 മണിയോട് അടുക്കുകയാണ്. എന്തായാലും ഇന്നലെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരു ജീവൻ്റെ സ്പന്ദനം കണ്ടതിന് ശേഷം ആണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും വീണ്ടും അത് ആരംഭിക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയും ആ റഡാറിൽ ജീവൻ്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി രാത്രി ഏകദേശം 8 മണിയോളം ഒക്കെ രക്ഷാപ്രവർത്തനം ആ മുണ്ടക്കൈ ഭാഗത്തുൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് വൈകിട്ടാകുന്നു, ഇരുട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. മഴ എന്തായാലും മാറി നിന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ തിരച്ചിലിനുമൊക്കെ ആശ്വാസമാണ്. പക്ഷേ രാത്രിയോടടുക്കുമ്പോൾ ആ ഇരുട്ട് വീഴും. അപ്പോൾ ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം, എത്ര സമയം ഇത് തുടരണം എന്ന കാര്യത്തിൽ ഒക്കെ അല്പസമയത്തിനകം ഈ സർക്കാർ വൃത്തങ്ങളും ഒക്കെയായി ആലോചിച്ച് മന്ത്രിമാരുമൊക്കെ ആലോചിച്ചാണ് തീരുമാനമെടുക്കുക. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനവും തിരച്ചിലും പൂർണ്ണമായും നിലയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുണ്ടക്കൈയിലും ഒപ്പം തന്നെ ചൂരൽമലയിലും ഒക്കെ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ ഈ കൂടുതൽ ഉപകരണങ്ങൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ പുഴയിലേക്ക് ഇറക്കി അതിലെ വലിയ പാറക്കെട്ടുകൾ ഒക്കെ മാറ്റുന്ന നടപടികൾ തന്നെയായിരിക്കും, ജോലികൾ തന്നെയായിരിക്കും തുടർന്നുകൊണ്ടിരിക്കുക. എന്തായാലും അതിനുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ രാത്രിയോടുകൂടി ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെയുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതുപോലുള്ള ഏകദേശം 10ഓളം വരുന്ന ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മണ്ണും കല്ലുമൊക്കെ നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശം, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ബൈലി പാലം പണിതതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ആയി നിൽക്കുകയാണ്. അതിലെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ, മണ്ണ് പൂർണ്ണമായും വീണ് അതൊക്കെ വൃത്തിയാക്കിയ ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കടകളിലും ഒപ്പം തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളിലും ഒക്കെ പൂർണ്ണമായും ചളിയും മണ്ണുമൊക്കെ വന്ന് നിറഞ്ഞിരുന്നു. അതൊക്കെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇത് മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് രക്ഷാപ്രവർത്തകർക്കും ഒപ്പം തന്നെ കൂടുതൽ ആളുകൾക്കും സേനാ വിഭാഗങ്ങൾക്കും ഒക്കെ എത്താൻ കഴിയുകയും ഇവിടുന്ന് ഈ മുണ്ടക്കൈയിലേക്കുള്ള ഒരു യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തത്. ഞാൻ നേരത്തെ നിന്ന പാലമായിരുന്നു ആദ്യം തന്നെ രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് കടന്നു പോകാനായി ഒരുക്കിയിരുന്നത്. പിന്നീടാണ് പട്ടാളത്തിൻ്റെ ഒക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ, ഇടപെടലിലൂടെ അവിടെ ബെയിലി പാലം നിർമ്മിക്കാനും കൂടുതൽ വാഹനങ്ങളും സൈനിക വാഹനങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള മറ്റ് വാഹനങ്ങളും ഒക്കെ അങ്ങോട്ട് എത്തിക്കാൻ ഒക്കെ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുണ്ടക്കൈയിൽ കുടുങ്ങിയ ആളുകളെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചില പിടിച്ച ഭാഗത്ത് പൂർണ്ണമായും മണ്ണ് നിറഞ്ഞ നിലയിലായിരുന്നു. പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ ഒക്കെ തകർന്ന് വീണ നിലയിലായിരുന്നു. അതൊക്കെ KSEB എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പൂർണ്ണമായും ഈ വിജിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങളാണ് വിജിൻ, ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിജിൻ നൽകിയത്.